ഓറഞ്ച് മുന്നറിയിപ്പ് തുടർന്ന വയനാട്ടിലും ഇടവിട്ട് മഴ പെയ്യുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ വിവരം. നിരവിൽ പുഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. മട്ടിലയം പാർവതി മന്ദിരത്തിൽ അനിൽകുമാറിന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. കൃഷിയിടങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറിയ സ്ഥിതിയാണ് വയനാട്ടിൽ. എം കമലാണ് വിവരങ്ങളുമായി ചെന്നത്. കമൽ, ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ മനസ്സിലാകുന്നുണ്ട് കൃഷിയിടങ്ങളിൽ വയലേലകളിലൊക്കെ എത്രത്തോളം ദുഷ്കരമാണ് ഈ മഴ പെയ്ത്തെന്ന്. അപകടകരമായ സാഹചര്യമുണ്ടോ? അത്ര വലിയ കെടുതികളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളമുണ്ട്. ഇത് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോലപ്പുറം ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ചോലപ്പുറത്ത് നിന്ന് പിണങ്ങോട് മുക്കിലേക്ക് പോകുന്ന റോഡാണ് വെള്ളം മുങ്ങിക്കിടക്കുന്നത്. അവിടെയാണ് ആളുകൾ നടന്നു വരുന്നത്. ടാറിട്ട റോഡിലൂടെയാണ് നടന്നു വരുന്നത്. റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ ഇവിടെ തോണിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. ഈ മഴ ഈ വെള്ളം കയറിയതിന് ശേഷം ഇത് എവിടുന്ന തോണി? പുഴക്കില് വെങ്ങപ്പള്ളി പഞ്ചായത്തിൻ്റെയാണ്. പഞ്ചായത്തിന്റെ തോണിയാണ്. ഇതിപ്പോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താനാണോ? അതെ അതെ, ആദിവാസി ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലാണ് ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇറക്കുന്നതാണല്ലോ. എന്തായാലും തോണിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. തൽക്കാലം ആളുകൾ റോഡിലൂടെ നടന്നു വരുന്നുണ്ട്. രതീഷ്, ഇന്നലത്തേതിൽ നിന്നും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ വലിയൊരു മഴ തുടർച്ചയായി പെയ്തിട്ടില്ല, ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. എങ്കിലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. തൽക്കാലം അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളൊന്നും തന്നെ ഇല്ല. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട്ടിൽ തുറന്നിട്ടുണ്ട്. അത് പ്രധാനമായും സുൽത്താൻ ബത്തേരി, മുത്തങ്ങ വനമേഖലയിലൊക്കെയാണ്. ഒറ്റപ്പെട്ട കോളനികളിൽ നിന്നൊക്കെ ആളുകളെ മുൻകരുതൽ എന്ന രീതിയിലൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇന്നും ഓറഞ്ച് അലർട്ടാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഇന്ന് നിരോധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ജില്ലകളിൽ ഒന്നാണല്ലോ വയനാട്. മാത്രമല്ല പ്രകൃതിയുമായി ഇടപഴകി നിൽക്കുന്ന പ്രദേശങ്ങൾ, അത് ചെങ്കുത്തായ മലയും ജലാശയങ്ങളും ഉൾപ്പെടെയാണ്. അപകടകരമായ സാഹചര്യം പലപ്പോഴും മഴക്കാലത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുമാണ്. വിനോദസഞ്ചാരം പരിപൂർണമായി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ യാത്ര പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ അറിവിലേക്ക് എന്തൊക്കെ പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയും കമൽ? അവിടുത്തെ യാത്രയുമായി ബന്ധപ്പെട്ടും രാത്രി യാത്രയുമായി ബന്ധപ്പെട്ടും പ്രത്യേകമായ നിർദ്ദേശങ്ങളുണ്ടോ? രതീഷ്, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതാണ് പ്രധാനമായും പറയാനുള്ളത്. അത് ഇന്നൊരു ദിവസത്തേക്കാണ് നിലവിൽ ജില്ലാ കലക്ടർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം നിരോധിച്ചിട്ടുള്ളത്. മുന്നോട്ടുള്ള കാലാവസ്ഥ നോക്കിയായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുക. അതല്ലാതെ യാത്രാ നിരോധനം എവിടെയുമില്ല. താമരശ്ശേരി ചുരത്തിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈ കുറ്റ്യാടി മേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ്. വാളാന്തോട്, നിരവിൽ പുഴ, തേറ്റമല, അതുപോലെ പടിഞ്ഞാറത്ര ഡാമിൻ്റെയും അതുപോലെ അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ഭാഗം, കാപ്പിക്കളം തുടങ്ങിയ പടിഞ്ഞാറൻ ബാണാസുര മലകളുടെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഇന്നലെ രാവിലെ 8 മണി വരെയുള്ള 24 മണിക്കൂറിൽ അതിതീവ്രമായ മഴ രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായാണ് കുറ്റ്യാടി പുഴയിലടക്കം മലവെള്ളപ്പാച്ചിലുണ്ടായത്. ഈ വൈത്തിരി, ലക്കിടി, താമരശ്ശേരി ചുരത്തിൻ്റെ ഭാഗത്തേക്ക് അത്രയും വലിയ മഴ പെയ്തിട്ടില്ല. എന്താണെങ്കിലും നിലവിൽ ഈ താമരശ്ശേരി ചുരത്തിലൊന്നും ഗതാഗത തടസ്സമോ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. വയനാട്ടിലാണ് ഈ സാഹചര്യം. അവിടുത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കമൽ, ഈ ആദിവാസി മേഖലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒട്ടേറെ മേഖലകളുണ്ടല്ലോ, ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടോ? അവിടെയൊക്കെ പ്രത്യേകമായ ശ്രദ്ധയുണ്ടോ? ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഇടപെടലുകൾ റവന്യൂ വകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? 3 താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരോട് എല്ലാ സ്ഥലത്തും ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എവിടെയും ഒറ്റപ്പെടുന്ന സാഹചര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലും വയലുകളിലും ഒക്കെ മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ജനവാസ മേഖലകളിൽ വെള്ളം കയറുന്ന സാഹചര്യമൊന്നും നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരം സാഹചര്യങ്ങൾക്കുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലയിൽ ക്വാറി പ്രവർത്തനങ്ങളും യന്ത്രസഹായത്തോടെ മണ്ണെടുക്കുന്നതുമെല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നിരോധിച്ച കൊണ്ട് ഇന്നലെ തന്നെ ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയിരുന്നു. ഇനി കൂടുതൽ അത്തരം മഴ പെയ്യുകയോ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നിലവിൽ എന്തായാലും മറ്റു രീതിയിലുള്ള നിയന്ത്രണങ്ങൾ, യാത്രയ്ക്കോ അല്ലെങ്കിൽ രാത്രി യാത്രയ്ക്കോ ഉള്ള നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല.
വയനാട്ടിലും കണ്ണൂരിലുമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. പക്ഷേ രാവിലെ അല്പം മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് മഴ പെയ്യുന്നുമുണ്ട് എന്നതാണ് കമൽ നൽകുന്ന വിവരം. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിലാണ്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തവുമാണ്. കൃഷിസ്ഥലങ്ങൾ പ്രത്യേകിച്ചും വെള്ളക്കെട്ടാണ്. പക്ഷേ അപകടകരമായ സാഹചര്യം എങ്ങും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ജാഗ്രതയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. താലൂക്കുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഒരു ജില്ല എന്ന നിലയിൽ വിനോദസഞ്ചാര മേഖലയിൽ അപകട സാധ്യത ഉള്ളതിനാൽ പ്രത്യേകിച്ച് വന്യമൃഗ സാന്നിധ്യം അടക്കം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടെയുണ്ട്. മാത്രമല്ല വെള്ളം പലപ്പോഴും അപകടകരമായി മാറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്ന് ആളുകൾ എത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉള്ള രാത്രിയാത്രാ നിയന്ത്രണങ്ങൾ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു നിയന്ത്രണവും പ്രഖ്യാപിച്ചിട്ടില്ല. കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് കൽപ്പനയിലേക്ക് എത്തുന്ന താമരശ്ശേരി ചുരത്തിൽ പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ല. മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നതായി ഇതുവരെയും വിവരമില്ല. യാത്രയൊക്കെ സുഗമമാണ്. അതേസമയം തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതിയാണ് വയനാട്ടിൽ. പക്ഷേ അപകടകരമായ സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. കമലാണ് ആ വിവരങ്ങൾ സമഗ്രമായി നൽകിയത്. ഇനി